വെച്ച് പൊടികൾ കൈവച്ച് വിത്തായ വിത്തു വിതച്ച് വിത്തെല്ലാം പൊട്ടി മുളച്ച് നിരയായി ഞാറു നിറഞ്ഞ് അണകെട്ടി വെള്ളമൊഴിച്ച് വള്ളിയും മലയും മണ്ണി ഞാറെല്ലാം കെട്ടിയിറങ്ങി. മാന്യ സദസ്സിന് വന്ദനം. എൻ്റെ പേര് ആയുഷി കലീഷ്. ഞാനിന്നിവിടെ ചിങ്ങമൊന്ന് കാർഷിക ദിനത്തെക്കുറിച്ച് ഏതാനും ചില വാക്കുകളാണ് സംസാരിക്കാൻ പോകുന്നത്. കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളത്തിൽ ചിങ്ങമാസം. മലയാള കൊല്ലവർഷത്തിലെ പ്രഥമ മാസമാണ് ചിങ്ങം. സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയം. മാസങ്ങൾക്ക് പേര് കൊടുത്തിരിക്കുന്നത് നക്ഷത്ര രാശികൾക്കനുസരിച്ചാണ്. മലയാളത്തിൽ ചിങ്ങമാസം പൊന്നോണ മാസമാണ്. വർണ്ണങ്ങളുടെ ദിനങ്ങൾ. തുമ്പയും മുക്കുറ്റിയും തുടങ്ങി പൂക്കായ്ക്കുന്ന ചെടികളെല്ലാം മാവേലിയെ വരവേൽക്കാനായി അണിഞ്ഞൊരുങ്ങുന്ന മാസം. സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം. മഴക്കോട് മാറി മാനം തെളിയുന്നതിന്റെ തുടക്കം വിളിച്ചോതുന്ന മാസം. ചിങ്ങമാസം 1-ാം തീയതി കേരളത്തിലെ കർഷക ദിനം കൂടിയാണ്. വർഷം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വിഭാഗത്തിന് വേണ്ടി നീക്കിവെച്ച ദിവസം. അതുകൊണ്ട് തന്നെ നാടാകെ ഇന്നത്തെ ദിനത്തിൽ കർഷകരെ ആദരിക്കുകയും അവരോടുള്ള നാടിന്റെ കടപ്പാട് അറിയിക്കുകയും ചെയ്യുന്നു. പുതുതലമുറയിൽ കാർഷിക അവബോധം വളർത്തുന്നതിനും ഈ ദിനാചരണം ഏറെ ഉപകരിക്കുന്നു. ഇന്ത്യയുടെ 5ാമത്തെ പ്രധാനമന്ത്രി ചൗധരി ചരൺ സിംഗിന്റെ ജന്മവാർഷികത്തിന്റെ സ്മരണയ്ക്കായാണ് ഡിസംബർ 23 രാജ്യത്തുടനീളം കിസാൻ ദിനം അല്ലെങ്കിൽ ദേശീയ കർഷക ദിനം ആഘോഷിക്കുന്നത്. കാർഷിക മേഖലയിൽ ഒട്ടേറെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഭരണകർത്താവായിരുന്നു അദ്ദേഹം. കർഷകരുടെ സംഭാവനകളെ അനുസ്മരിക്കാനും അവരുടെ പ്രാധാന്യത്തെ പ്രകീർത്തിക്കാനുമാണ് ഈ ദിനം ആഘോഷിക്കുന്നത്. കേരളത്തിൽ കാർഷിക മേഖലയുടെ പ്രാധാന്യം കുറഞ്ഞു വരാൻ തുടങ്ങിയിട്ട് കാലം ഏറെയായി. കൃഷിഭൂമിയുടെ വിസ്തൃതിയിലുണ്ടാവുന്ന കുറവിനൊപ്പം പ്രകൃതിയിലെ മാറ്റങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും വിപണിയിലെ സ്ഥിരതയില്ലായ്മയുമെല്ലാം ഇതിന്റെ കാരണങ്ങളാണ്. കാർഷിക സമൂഹത്തിന്റെ ക്ഷേമത്തിന്റെ മുഖ്യ സൂചകം കാർഷിക വരുമാനമാണ്. പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഭക്ഷ്യഭദ്രത, ഭക്ഷ്യസുരക്ഷ, പോഷക ലഭ്യത എന്നിവ ഉറപ്പാക്കാൻ കൃഷി പ്രാദേശികമായി നടപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ഈ അവസ്ഥയിൽ പുതുതലമുറ കൃഷിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ്. യന്ത്രവൽക്കരണവും കൃഷിയുടെ ഓരോ ഘട്ടത്തിലുള്ള സാങ്കേതികതയുടെ വളർച്ചയും അതുപോലെ തന്നെ പ്രധാനമാണ്. അതുകൊണ്ട് ഉപഭോക്താവ്, കർഷകൻ, പരിസ്ഥിതി എന്നീ 3 ഘടകങ്ങളുടെയും സംതൃപ്തി, സുസ്ഥിരതയും ഉറപ്പാക്കണം. വിപണിക്ക് ആവശ്യമായ വിളകൾ കൃഷി ഇറക്കണം. അതിനുള്ള സ്വാതന്ത്ര്യം കർഷകനുണ്ടാവണം. നിലവിലുള്ള കൃഷിരീതികൾ പരിഷ്കരിക്കപ്പെടണം. സാങ്കേതികത ഉപയോഗിച്ച് പരമാവധി വിളവും വരുമാനവും ഉണ്ടാകണം. ഭക്ഷണത്തിന്റെ ലഭ്യത, സുരക്ഷിതത്വം, വൈവിധ്യം, പരിസ്ഥിതി സൗഹൃദത്വം ഉറപ്പുവരുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കർഷക ദിനത്തിന് അർത്ഥവും പ്രാധാന്യവും ഉണ്ടാവുള്ളൂ. ഒരു തുമ്പപ്പൂവിന്റെ തിളക്കത്തോടെ നാളെകൾ നല്ലതാകട്ടെ. നന്മയുടെയും മേന്മയുടെയും നാളുകൾ മുന്നിലൂടെ കടന്നു പോകട്ടെ. എല്ലാവർക്കും മലയാളത്തിന്റെ മണമുള്ള പുതുവർഷം നേരുന്നു. നന്ദി, നമസ്കാരം.